ബിഗ് ബോസിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ മുൻഷി രഞ്ജിത്ത് മാത്രമാണ് പുറത്തേക്ക് പോയതെങ്കിൽ ഇത്തവണ അതിൽ കൂടുതൽ ആളുകൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പതിവ് എവിക്ഷൻ നോമിനേഷന് പുറമെ ഈ ആഴ്ചയിൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ രണ്ടുപേരെ കൂടെ പുറത്താക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. അഭിലാഷ് ഒഴികെയുള്ള മത്സരാർത്ഥികൾ എല്ലാം തന്നെ എവിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. മുൻ സീസണുകളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായ ടാസ്കുകളും രീതികളുമാണ് ബിഗ് ബോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും സ്വന്തം ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും അടക്കമുള്ള പല വസ്തുക്കളും ഇതുവരെ നൽകിയിട്ടില്ല. ബിഗ് ബോസിൽ ചില മത്സരാർത്ഥികളെ ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുന്നുണ്ട്. ഷാനവാസിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ കോൾ വരികയും അത് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ഇപ്പോൾ ഓക്കെയാണെന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് വ്യക്തമാക്കിയ ഷാനവാസ് മത്സരത്തിൽ തന്നെ തുടരുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന മറ്റൊരു താരം രേണു സുധിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ച താരമായിരുന്നു രേണു. പ്രവചനം പോലെ തന്നെ രേണു ബിഗ് ബോസിൽ എത്തുകയും ചെയ്തു. പുറത്ത് നിരവധി കണ്ടന്റുകൾ നൽകുന്ന വ്യക്തിയാണെങ്കിലും ബിഗ് ബോസിൽ രേണു സുധിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചത്ര മികച്ച പ്രകടനം ഉണ്ടാകുന്നില്ലെന്നും ശ്രദ്ധേയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളാണ് രേണുവിനെ അലട്ടുന്ന പ്രധാന കാര്യം. തുടക്കത്തിൽ തന്നെ തലവേദന അടക്കമുള്ള പ്രശ്നങ്ങൾ രേണുവിനുണ്ട്. ഇത് അവരുടെ മത്സരത്തെയും സാരമായി തന്നെ ബാധിക്കുന്നു. തനിക്ക് വയ്യ, ആരോഗ്യം തീരെ ശരിയല്ല, വീട്ടിൽ പോയാൽ മതിയെന്നായി രേണു സുധി ഇന്നലെ തുറന്നു പറയുകയും ചെയ്തു. ഇതോടെ രേണു സുധി ഈ ആഴ്ച തന്നെ ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് എത്തുമെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ശക്തമാണ്. ആരോഗ്യം ശരിയല്ലാത്തതിനാൽ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാൻ ഏറ്റവും അർഹതയുള്ള താരം രേണുവാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ശക്തമാണ്. നല്ല രീതിയിൽ തന്നെ മത്സരാർത്ഥികളുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്ന മെഡിക്കൽ ടീമാണ് ബിഗ് ബോസിലുള്ളത്. ഒരുപക്ഷെ അവരുടെ പരിചരണം കിട്ടിയാൽ രേണു സുധിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്.